നമുക്ക് ദേ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്താലോ? അതും ഈ നൂല് വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു നൂലെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ നൈഫിന് തീരെ മൂർച്ചയില്ലാത്തതും കൊണ്ടാണ് തോന്നുന്നത് ഞാൻ കുറേ നേരം പണി കെട്ടിക്കണം ഇതുപോലെയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയും തിരിഞ്ഞൊക്കെ പൊയ്ക്കണം. അപ്പോൾ നിങ്ങൾ നല്ല നൈഫും നല്ല മൂർച്ചയുള്ള നൈഫും ബ്ലേഡൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേഗം മുറിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് പകുതി ഉപയോഗിച്ച നൂലായത് കൊണ്ട് എനിക്കൊരു 3 ലെയറേ കിട്ടിയുള്ളൂ. അതും കട്ടി കുറഞ്ഞ ഒരു ലെയറുമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത നൂലൊക്കെ ആണെങ്കിൽ 4 ലെയർ 5 ലെയറൊക്കെ നിങ്ങൾക്ക് നല്ല കട്ടിക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ചധികം കളേഴ്സ് ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് മുറിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പൂ ഉണ്ടാക്കുന്നത് ഇതുപോലെ 2 കളറ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നൂൽക്കമ്പീൻ്റെ ചെറിയൊരു കഷ്ണം എടുക്കുക. എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് പിരിച്ചു കൊടുക്കുക. പിന്നെ ചീർപ്പെടുത്തിട്ടതാ ഇതുപോലെയൊക്കെ ഒന്ന് ചീകൊന്ന് വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ ആ മേലെ പൊന്തിക്കണ നൂലുണ്ടാവില്ലേ അതൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. പിന്നെ വേറൊരു ഫ്ലവർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ മേലെ ഒരു കളറ് വെക്കുക. എന്നിട്ട് റോൾ ചെയ്യണ്ട, ഇതിൽ കാണില്ലേ ഇതുപോലെയൊക്കെ ഒന്നിങ്ങനെ മെല്ലെ മെല്ലെ ജസ്റ്റ് മെല്ലെ ഒന്ന് നൂല് പൊന്തി പോകരുത് കേട്ടോ. മെല്ലെ ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് പിന്നെ നൂൽക്കമ്പി വെച്ചിട്ട് ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. അപ്പം നടുക്കിലൊരു കളറും ചുറ്റിനും വേറൊരു കളറും വരും കേട്ടോ. എന്നിട്ട് ചീർപ്പ് വെച്ച് നമ്മൾ നേരത്തെ കട്ടിയില്ലേ അതുപോലെ തന്നെ ഒന്ന് കാട്ടി കൊടുക്കുക. പിന്നെ പൊന്തി നൂലൊക്കെ ഒന്ന് കത്രിക വെച്ച് ഒന്ന് വെട്ടി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ.